നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. അപ്പോൾ സ്കെഡ്യൂളിംഗ് നടത്താൻ വേണ്ടിയിട്ട് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് നമ്മൾ പഠിക്കാൻ പോകണം. അതിന് മുന്നേ ആയിട്ട് ഈ ഓരോ അൽഗോരിതത്തിനും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ആ അൽഗോരിതംസിനെ എല്ലാം കമ്പയർ ചെയ്യുന്നത് ഈ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന ഓരോ ഘടകങ്ങളെയാണ് ക്രൈറ്റീരിയസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഓരോ ക്രൈറ്റീരിയാസും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഓരോ അൽഗോരിതംസും, എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോ അൽഗോരിതം പഠിക്കുമ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. Hence, many criteria have been suggested for compare CPU scheduling algorithms. നമ്മളിവിടെ പഠിക്കുന്ന CPU scheduling algorithms ആണ്. ഓക്കെ, some of the criteria which are frequently used by schedulers to maximize system performance. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടൻ ക്രൈറ്റീരിയാസ് ആണ്. അതിൽ സ്കെഡ്യൂളറിനെ കാണിച്ചുകൊണ്ടൊരു ഫിഗർ കാണാം. സ്കെഡ്യൂളർ ദുഃഖിച്ചിരിക്കുകയാണ്. സ്കെഡ്യൂളർ ഹാസ് ടു കൺസേൺ അബൌട്ട് ഓൾ ദോസ് ക്രൈറ്റീരിയാസ്. എന്തൊക്കെയാണ്? ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, ഫെയർനെസ്, എഫിഷ്യൻസി, പ്രഡിക്റ്റബിലിറ്റി, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിൽ മാക്സിമൈസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ത്രൂപുട്ട്, അതുപോലെ തന്നെ ടേൺ അറൗണ്ട് ടൈം, അതുപോലെ ഫെയർനെസ്, അതുപോലെ എഫിഷ്യൻസി, പ്രഡിക്റ്റബിലിറ്റി. മിനിമൈസ് ചെയ്യേണ്ടത് ഒരു ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയയിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ മിനിമൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വെയിറ്റിംഗ് ടൈം മാക്സിമം കുറയ്ക്കണം, റെസ്പോൺസ് ടൈമും കുറയ്ക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു അൽഗോരിതം ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ ക്രൈറ്റീരിയസിലൂടെ പോവുകയാണ്. ഫസ്റ്റ് വൺ, CPU യൂട്ടിലൈസേഷൻ. CPU യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? CPU നന്നായിട്ട് യൂസ് ചെയ്യണം. CPU എപ്പോഴും ബിസി ആയിരിക്കണം. അതാണ് CPU യൂട്ടിലൈസേഷൻ. ഇഫ് ദ CPU യൂട്ടിലൈസേഷൻ ഈസ് ബിസി ഓൾ ദ ടൈം, ദ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം വിൽ ഓൾസോ ഹൈ. അതാണ് CPU എപ്പോഴും ബിസി ആണെങ്കിൽ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് ദ ഓൾ കമ്പോണൻറ്റ്സ് ഓഫ് ദ സിസ്റ്റം ഹൈ ആയിരിക്കും. Ideally, CPU utilization may range from 0 to 100%. അത് CPU യൂട്ടിലൈസേഷൻ എപ്പോഴും നോർമലി പറയുന്ന റേഞ്ച് പോലെ തന്നെ 0 to 100% യൂട്ടിലൈസേഷൻ അളവ് തന്നെയാണ് ഇവിടെ. റിയൽ സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ 40 to 90% യൂട്ടിലൈസേഷൻ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്രൈറ്റീരിയയാണ് ത്രൂപുട്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞു പോയതാണ്. ഇറ്റ്സ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന വർക്ക്, എത്രമാത്രം പ്രോസസ്സുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ത്രൂപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ എ യൂണിറ്റ് ടൈം. വൺ വേ ഓഫ് മെഷറിംഗ് ത്രൂപുട്ട് ഈസ് ബൈ ദ നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ, ദ ത്രൂപുട്ട് മേ ബി 1 പ്രോസസ് പെർ അവർ ഫോർ ലോങ് പ്രോസസ്സസ് ആൻഡ് 10 പ്രോസസ് പെർ സെക്കൻഡ് ഫോർ ഷോർട്ട് പ്രോസസ്. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ത്രൂപുട്ടിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇപ്പോൾ വലിയ നീളം കൂടിയ ജോബ് ചെയ്യാനുള്ള പ്രോസസ്സുകളാണെങ്കിൽ ഒരു പ്രോസസ്സായിരിക്കും പെർ അവർ പോസിബിൾ. ആൻഡ് 10 പ്രോസസ് പെർ സെക്കൻഡ് ഫോർ ഷോർട്ട് പ്രോസസ്സ്. ചെറിയ ടാസ്കുകൾ ചെയ്യാനുള്ള പ്രോസസ്സുകളാണെങ്കിൽ 10 പ്രോസസ്സസ് പെർ സെക്കൻഡ്. അങ്ങനെ ഇതൊരു ഫിക്സഡ് മെഷർമെൻ്റ് ഒന്നും അല്ല പറഞ്ഞത്. അങ്ങനെ ആ രീതിയിലാണ് ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞത്. അതായത് അധികം ടാസ്ക് ഇല്ലാത്ത പ്രോസസ്സുകളാകുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് പ്രോസസ്സുകൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വലിയ ടാസ്കുകൾ പ്രോസസ്സ് ആകുമ്പോൾ അതനുസരിച്ചിട്ട് മെഷർമെൻറ്റ് കുറവായിരിക്കും, എമൗണ്ട് ഓഫ് പ്രോസസ് വർക്ക് ഡൺ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം ഈസ് ഡിഫൈൻഡ് as a time interval from the time of submission of a process to the time of completion.
ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ അറൗണ്ട് ടൈം, കറങ്ങി തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ഒരു പ്രോസസ്സ് സബ്മിറ്റ് ചെയ്ത സമയം മുതൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വരെയുള്ള ഒരു ടൈം ഇൻ്റർവെൽ, അതിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരും? ഫസ്റ്റ് വണ്ണാണ് വെയിറ്റിംഗ് ടൈം ടു ഗെറ്റ് ഇൻ ടു മെമ്മറി. അതായത് മെയിൻ മെമ്മറിയിൽ അതിന് ലോഡ് ചെയ്യാൻ, അതിന് കയറാൻ സമയമെടുക്കുന്നു അല്ലേ? ആദ്യം ജോബ് ക്യൂയിലാണ്. ആ ഒരു സമയം, ആ ഒരു ടൈം ഗ്യാപ്പും കൂടെ കൂട്ടുന്നുണ്ട്. വെയിറ്റിംഗ് ടൈം ടു ഗെറ്റ് ഇൻ ടു മെമ്മറി പ്ലസ് വെയിറ്റിംഗ് ഇൻ ദ റെഡി ക്യൂ. പിന്നെ റെഡി ക്യൂവിൽ സി പി യുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം പ്ലസ് സി പി യു ടൈം, സി പി യുവിൽ എത്രമാത്രം സമയമെടുത്തു പ്രോസസ്സിങ് നടത്താൻ, പ്ലസ് IO ഓപ്പറേഷൻസിന് വേണ്ടി അത് എത്രമാത്രം സമയമെടുത്ത് പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുള്ള സമയമാണ് ടേൺ അറൗണ്ട് ടൈം. ആദ്യം മെമ്മറിയിൽ കയറാൻ എടുക്കുന്ന സമയം, പിന്നെ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, സി പി യുവിൽ എടുക്കുന്ന സമയം, IO ഓപ്പറേഷൻസിൽ എടുക്കുന്ന സമയം. ഇനി ഫെയർനെസ്. എന്താണ് ഫെയർനെസ് എന്ന് പറയുന്നത്? ഫെയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്. When there is no guidance from the user or other sources, the processor should be treated the same. No process should suffer starvation. അപ്പോൾ ഇപ്പോൾ പ്രോസസ്സുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ, പ്രോസസ്സ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പറയാറുണ്ട്, നമ്മളത് ഓൺ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പോൾ അതായത് നിങ്ങൾ ഫോർഗ്രൗണ്ടിൽ നിങ്ങൾ വേറെന്തോ ടാസ്ക് സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കാര്യം റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്തെങ്കിലും ടാസ്ക് ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ടൈം വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു യൂസറിൻ്റെ പ്രസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. യൂസർ എപ്പോഴും ഇരിക്കണമെന്നൊന്നുമില്ല, യൂസർ ഗൈഡ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് ഒരിക്കലും ഒരു സ്റ്റാർവേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വെയിറ്റിംഗ്, സി പി യുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കിട്ടാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ളൊരു ചാൻസ് ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നവർക്ക് അവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് നടന്നോളും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫെയറായിട്ട്, അതായത് അതെല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സെറ്റിങ്സാണ്. അത് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നൊരു കാര്യം. ബാക്ക്ഗ്രൗണ്ടിൽ അത് ചെയ്താലും ഫോർഗ്രൗണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താലും ആർക്കും ഒരു തടസ്സം വരാത്ത രീതിയിൽ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്നു. അതാണ് പ്രോസസ് ഷുഡ് ബി ട്രീറ്റഡ് ദ സെയിം. ഒരുപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നു, ഒരാളെ പ്രത്യേകമായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, പ്രഡിക്റ്റബിലിറ്റി. എ ഗീവൺ ജോബ് മസ്റ്റ് റൺ ഫോർ ദ സെയിം എമൗണ്ട് ടൈം ആൻഡ് അറ്റ് ദ സെയിം കോസ്റ്റ് regardless of the system load. A large variation in response time or turnaround time is not feasible. It could lead to a wide swing in system workloads. ഓൾറെഡി നമ്മൾ ലോങ് ടേം സ്കെഡ്യൂളറിലൊക്കെ പറഞ്ഞതാണ്. ഒരു പ്രോസസ്സ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ പ്രോസസ്സിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് ഇൻസ്ട്രക്ഷൻസ് വഴി തന്നെ മനസ്സിലാക്കാം. ആ പ്രോസസ്സിന് IO വേണോ അല്ലേ, അതിന് എത്രമാത്രം AL യൂണിറ്റ് ആവശ്യം വരും എന്നൊക്കെ ആ ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് തന്നെ നിഗമിക്കാവുന്നുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടൈം ഒക്കെ പ്രിഫർ ചെയ്യേണ്ടത്. അതുപോലെ ആ പ്രോസസ്സിനുള്ള റെസ്പോൺസ് ടൈം, ടേൺ അറൗണ്ട് ടൈമും എല്ലാം വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാം തമ്മിലൊരു മാച്ച് ഉണ്ടാവും. അല്ലാണ്ട് റെസ്പോൺസ് ടൈം വളരെ കൂടുതലും ടേൺ അറൗണ്ട് ടൈം കുറയുക അങ്ങനെയൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ, അതിൻ്റെ ആ പ്രോസസ്സിനെ ട്രീറ്റ് ചെയ്ത രീതിക്ക് തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പ്രോസസ്സ് നടത്തിയൊരു പ്രോസസ്സാണെങ്കിൽ അതിന് വെയിറ്റിംഗ് ടൈം, അതിൻ്റെ റെസ്പോൺസ് ടൈം, അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കണം. ഒരേ മെഷർമെൻ്റ് ആണെന്നല്ല, ഏകദേശം അടുത്തിരിക്കണം. അങ്ങനെ ഗീവൺ ജോബ് മസ്റ്റ് റൺ ഫോർ ദ സെയിം എമൗണ്ട് ടൈം ആൻഡ് ദ സെയിം കോസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ദി സിസ്റ്റം ലോഡ്. ലാർജ് വേരിയേഷൻ ഇൻ റെസ്പോൺസ് ടൈം ഓൺ ടേൺ അറൗണ്ട് ടൈം ഇസ് നോട്ട് ഫീസിബിൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ബാലൻസ്ഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് ലോങ് ടേം സ്കെഡ്യൂളറിൽ. എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ CPU യൂസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ IO ഓപ്പറേഷൻസിന് പോയിരിക്കണം. IO ഓപ്പറേഷൻസ് മാത്രം ചെയ്യുന്ന പ്രോസസ്സുകൾ ട്രീറ്റ് ചെയ്യരുത്, CPU മാത്രം ആവശ്യമുള്ളവരെ ട്രീറ്റ് ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഒരു സൈഡിൽ IO ഓപ്പറേഷൻസ് വെറുതെ ഇരിക്കുന്നു, CPU വെറുതെ ഇരിക്കുന്നു. അങ്ങനെ പാടില്ല. അപ്പോൾ വർക്ക് ലോഡ് ബാലൻസ് ചെയ്ത് പോകണം. അതാണ് ഈ പ്രെഡിക്റ്റബിലിറ്റി പറയുന്നത്. നെക്സ്റ്റ്, വെയിറ്റിംഗ് ടൈം.
In multi-programming operating system, CPU executes only one job at a time and rest of the job wait for the CPU. മൾട്ടി പ്രോഗ്രാമിംഗ് വോയിസിൻ്റെ പ്രത്യേകത എന്താണ്? സി പി യു ഒരു ജോബാണ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിങ്ങിലാണ് സി പി യുവിന് വേണ്ടിയിട്ട്, പക്ഷേ റെഡിയാണ്. ദ വെയിറ്റിംഗ് ടൈം ഇസ് എ ടൈം ഓഫ് പ്രോസസ് വേസ്റ്റ് ദ ഗെറ്റ്സ് സി പി യു ഓർ ഇറ്റ്സ് സം ഓഫ് പീരീഡ് സ്പെൻസ് വെയിറ്റിംഗ് ദ റെഡി ക്യൂ. ജനറലി സി പി അൽഗോരിതം ഹാവിംഗ് ദ ലീസ്റ്റ് ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് സെറ്റ് വിത്ത് ദ ബെസ്റ്റ് അൽഗോരിതം. വെയിറ്റിംഗ് ടൈം കുറയുന്ന, ഏറ്റവും മാക്സിമം കുറയ്ക്കുന്ന അൽഗോരിതംസിനെയാണ് എപ്പോഴും ബെസ്റ്റ് സ്കെഡ്യൂളിംഗ് അൽഗോരിതമായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെസ്പോൺസ് ടൈമാണ്. റെസ്പോൺസ് ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരു പ്രോസസ്സ് സബ്മിറ്റ് ചെയ്തു അല്ലെ, റെഡി ക്യൂവിൽ നിൽക്കുകയാണ്, അതിന് സി പി യുന്ന് കിട്ടുന്ന ഫസ്റ്റ് റെസ്പോൺസ്. ദ റെസ്പോൺസ് ടൈം ഇസ് എ ടൈം ഫോർ ദ സബ്മിഷൻ ഓഫ് എ റിക്വസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ ഒരു ടൈം ഇൻ്റർവെല്ലാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇൻ ഇൻട്രാക്റ്റീവ് സിസ്റ്റം ഇറ്റ് ഇസ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ലാസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് പ്രോഗ്രാം ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ലാസ്റ്റ് റിസൾട്ട് ഓൺ ദി മോണിറ്റർ. ഒരു ഇൻട്രാക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രാക്ഷൻ, ഏറ്റവും റീസെൻ്റായിട്ട് വന്നൊരു ഇൻട്രാക്ഷൻ, ഒരു റിക്വസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു റിസൾട്ട്, അത് ആ ഒരു ടൈം ഇൻ്റർവെല്ലാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അത് എപ്പോഴും റിയൽ ടൈം സിസ്റ്റത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ടൈം കിട്ടണം. അത് ഓരോ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് മാറിയിരിക്കും. ഇനി പ്രയോറിറ്റീസ്, ഫസ്റ്റ് നെക്സ്റ്റ് ഒരു ഘടകമാണ്, നെക്സ്റ്റ് ഒരു ക്രൈറ്റീരിയയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ചില സ്കെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ സ്കെഡ്യൂളിംഗ് പോളിസീസിനെ ബേസ് ചെയ്തിട്ട് പ്രോസസ്സുകൾക്ക് പ്രയോറിറ്റി കൂട്ടി കൊടുക്കും. ഇപ്പോൾ 10 പ്രോസസ്സ് വന്നില്ലായാലും ചിലതിന് പ്രയോറിറ്റി കൂട്ടി കൊടുക്കും. അപ്പോൾ പ്രയോറിറ്റി ഉള്ളവർക്കായിരിക്കും ആദ്യം എക്സിക്യൂഷന് കയറാനുള്ള ഒരു പ്രൊവിഷൻ. അപ്പോൾ വെൻ പ്രോസസ്സ് ആർ അസൈൻഡ് പ്രയോറിറ്റീസ്, അങ്ങനെ അസൈൻ ചെയ്തിട്ട് ഉള്ള പ്രോസസ്സുകൾക്ക് എന്താണ്? ദ സ്കെഡ്യൂളിംഗ് പോളിസി മസ്റ്റ് ഫേവർ ഹയർ പ്രയോറിറ്റി പ്രോസസ്സസ്. അപ്പോൾ പ്രയോറിറ്റി കൂട്ടി കൊടുത്തിട്ടുള്ള പ്രോസസ്സുകൾക്കാണെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന എക്സിക്യൂഷന്. അതാണ് എൻ്റെ പ്രത്യേകത. ലാസ്റ്റ് വണ്ണാണ് ബാലൻസിങ് റിസോഴ്സസ്. ദ റിസോഴ്സസ് ഓഫ് ദ സിസ്റ്റം മസ്റ്റ് ബി കെപ്റ്റ് ബിസി ബൈ സ്കെഡ്യൂളിംഗ് പോളിസി. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ റിസോഴ്സുകൾ എപ്പോഴും സ്കെഡ്യൂളിംഗ് പോളിസി വെച്ചിട്ട് ബിസി ആക്കിയിരിക്കണം. സ്കെഡ്യൂളിംഗ് പോളിസി അങ്ങനെയായിരിക്കണം. സ്കെഡ്യൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോളിസീസ്, കൺസ്ട്രെയിൻസുകളും റിക്വയർമെൻറ്റ്സും ഒക്കെയാണ് പറയുന്നത്. ഇനി ദ പ്രോസസ്സസ് ദാറ്റ് അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസ് മസ്റ്റ് ബി ഫേവേർഡ്. എപ്പോഴും റിസോഴ്സുകൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ടൈപ്പ് പ്രോസസ്സുകളെയാണ് എപ്പോഴും ഫേവർ ചെയ്യുന്നത്. ദിസ് ക്രൈറ്റീരിയൻ ഓൾസോ ഇൻവോൾവ് മീഡിയം ടേം ആൻഡ് ലോങ് ടേം സ്കെഡ്യൂളിംഗ്. അത് ഇൻ കേസ് ഓഫ് ലോങ് ടേം സ്കെഡ്യൂളിങ്ങിലാണെങ്കിലും മീഡിയം ടേം സ്കെഡ്യൂളിങ്ങിലും അങ്ങനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. Generally, it is required to maximize CPU utilization and throughput and to minimize turnaround time, waiting time and response time. അപ്പോൾ ഈ ബാലൻസിങ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ സി പി യുൻ്റെ യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന, ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിക്വയർമെൻറ്റും അതോടൊപ്പം തന്നെ മിനിമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും മിനിമൈസ് ചെയ്യണം. ആ ഒരു രീതിയിലായിരിക്കണം റിക്വയർമെൻറ്റ്. ഹൗവർ while selecting a set of scheduling criteria, they often conflict with each other. അപ്പോൾ എത്രയൊക്കെ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ അവസാനം ചെക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ചില രീതിയിലെങ്കിലും ചിലരൊക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ ടൈം ഷെയറിങ് സിസ്റ്റം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ് മാച്ച് ആവണമെന്ന്, പക്ഷേ ലീസ്റ്റ് റെസ്പോൺസ് ടൈം ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എപ്പോഴും സി പി യൂട്ടിലൈസേഷൻ കുറവായിരിക്കും. അതായത് ഒരു കാര്യം കൊടുത്തു അപ്പോൾ തന്നെ റെസ്പോൺസ് കിട്ടി. അപ്പോൾ സി പി യുവിൽ അത് അധികം നേരം റിമൈൻഡ് ചെയ്യുന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവില്ലേ, പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കൊടുക്കുകയാണ്. അപ്പോൾ സി പി യുവിന് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ റെസ്പോൺസ് ടൈം കുറയ്ക്കുന്ന ടൈപ്പ് സിസ്റ്റം അല്ലെ ടൈപ്പ് പ്രോസസ്സുകൾ വന്നു കഴിഞ്ഞാൽ സി പി യുവിൻ്റെ യൂട്ടിലൈസേഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു കോൺഫ്ലിക്റ്റ്. വേറെ ഒരെണ്ണം പറയുകയാണെങ്കിൽ സിമിലർലി വെൻ ത്രൂപുട്ട് ആൻഡ് സി പി യൂട്ടിലൈസേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ എക്സിക്യൂട്ടിങ് എ ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സസ് റെസ്പോൺസ് ടൈം സഫേഴ്സ്.
അപ്പോൾ ത്രൂപുട്ടും സി പി യൂട്ടിലൈസേഷൻ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സുകൾ വരികയാണെങ്കിൽ അവർക്ക് എപ്പോഴും റെസ്പോൺസ് ടൈം കൂടുതലായിരിക്കും. അവിടെ റെസ്പോൺസ് ടൈമിൻ്റെ സമയം കൂടും. നമ്മൾ ഒരു മെയിൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നതാണ് റെസ്പോൺസ് ടൈം കുറയ്ക്കണം മാക്സിമം എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ വന്നു കഴിയുമ്പോൾ എന്താണ്, റെസ്പോൺസ് ടൈം ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല, കൂടും. അപ്പോൾ ദസ് ഡിസൈൻ ഓഫ് എ ഷെഡ്യൂൾ റിക്വയർസ് ബാലൻസ് ഓഫ് ഓൾ ദ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻറ്റ്സ്. അപ്പോൾ ഇത് അതായത് നോക്കി ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ റിസോഴ്സുകളും അതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് എല്ലാ റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് എല്ലാ റിസോഴ്സുകളും ബാലൻസ് ചെയ്ത് യൂസ് ചെയ്യണം. ആ രീതിയിലായിരിക്കണം സ്കെഡ്യൂളർ പോളിസി സെറ്റ് ചെയ്യാൻ. സ്കെഡ്യൂളറിൻ്റെ കൺസ്ട്രെയിൻസുകളും അങ്ങനെ ആകണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്കെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. ഓക്കെ.